നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തെ തന്നെ ഭയപ്പെടുത്തിയ ഒരു നീക്കം അത് ട്രംപ് നടത്തിയിരിക്കുന്നു. ഇതുവരെയുള്ള ഭീഷണികളെ പോലെയല്ല, മറ്റൊരു മേഖലയിൽ കടന്നുകയറി അവിടെ വൻതോതിൽ ആക്രമണം നടത്തുകയും സൈനിക കേന്ദ്രങ്ങളെ നശിപ്പിക്കുകയും തീക്കുണ്ടമാക്കി ആ മേഖലയെ ആകമാനം മാറ്റുകയും ഏറ്റവും ഒടുവിൽ അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും ഒക്കെ തന്നെ പിടിച്ചുകൊണ്ടുപോകുന്ന രീതിയിലേക്ക് രാജ്യത്തിന് പുറത്തേക്ക് എത്തിച്ച് ബന്ദികളാക്കി എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. വെനസ്വേലയിലെ കാരക്കാസിലേക്ക് അമേരിക്കയുടെ പോർമുനകൾ അങ്ങനെ ഇരച്ചു കയറി. ആ ഒരു ഏകാധിപതിയുടെ അന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് ഈ നാർക്കോ ഭീകരവാദ ബന്ധത്തിന് തിരശ്ശീല വീഴ്ത്താനാണ് തങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നാണ് ട്രംപ് പറയുന്നത്. സർപ്രൈസ് ആക്രമണമായി നടത്തിയിരിക്കുന്നത് ലക്ഷ്യം കണ്ടിരിക്കുന്നുവെന്നും ഇതിൻ്റെ പരിണിതഫലം എന്തു തന്നെ ഉണ്ടായാലും അതിനെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനവുമായി തന്നെയാണ് അമേരിക്ക മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ ആരോപണം ഉയർന്നു കേൾക്കുന്നു. ട്രംപിൻ്റെ ലക്ഷ്യം അതല്ല, ആ എണ്ണക്കലവറയാണ്. ഇതിനൊപ്പം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും അതിശക്തമായ മുന്നറിയിപ്പാണ് ട്രംപിന് ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരു അടിയെങ്കിലും മുന്നോട്ടെടുത്ത് വച്ചാൽ അതിശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുമെന്നാണ് ഖമനേയിയുടെ വാക്കുകൾ. ആദ്യം വെനസ്വേലയിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ രീതിയിലായിരുന്നു അമേരിക്കൻ സൈന്യം അവിടെ നടത്തിയ മിന്നൽ ആക്രമണം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും അമേരിക്കൻ സൈന്യം ബന്ദികളാക്കി പിടികൂടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെനസ്വേലയിൽ നടന്ന അതിനിർണായകമായ ഈ സൈനിക നീക്കത്തിൽ മഡൂറോയെയും കുടുംബത്തെയും തങ്ങൾ ബന്ദികളാക്കിയിട്ടുണ്ട് എന്ന് നിലവിൽ പ്രഖ്യാപിക്കുകയാണ് ട്രംപ്. ശനിയാഴ്ച പുലർച്ചെ വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിലാണ് വൻ ബോംബാക്രമണം നടത്തിയത്. പിറകെയാണ് മഡൂറോയെ പിടികൂടിയ വിവരം ട്രംപ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ഇത് ചർച്ചയായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമായി ഇത് മാറിയേക്കും. ഒരുപക്ഷേ ഇനി ഒരടുത്ത സംഘർഷ സാധ്യത ഉടലെടുക്കുന്നതും ഇതിൽ നിന്നായിരിക്കും. ഈ നീക്കത്തിന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും അമേരിക്ക പൂർണ്ണമായും പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ മഡൂറോയെ എങ്ങോട്ട് കൊണ്ടുപോയി, എവിടെ മാറ്റി, എന്തിന് ബന്ദിയാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. വർഷങ്ങളായി മഡൂറോ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ നിലനിന്ന കടുത്ത ശത്രുതയുടെ അന്ത്യം കൂടിയാണ്. ഏറ്റവും അവസാനത്തെ ഒരു അധ്യായം എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ നീക്കത്തെ വിലയിരുത്തേണ്ടത്. ഇതിന് പിന്നാലെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ട്രംപ് തൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു ഈ കാര്യം പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ഐക്യനാടുകൾ വെനസ്വേലയ്ക്കും അതിൻ്റെ നേതാവിനുമെതിരെ വിജയകരമായി വൻതോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. അമേരിക്കൻ നിയമപാലകരുമായി സഹകരിച്ച് ഈ സൈനിക നീക്കം തങ്ങൾ നടത്തിയെന്നും ട്രംപ് എടുത്തു പറയുന്നു. വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ അമേരിക്ക വൻതോതിലുള്ള ആക്രമണം നടത്തിയതിനു ശേഷമാണ് പ്രസിഡന്റിനെ പിടികൂടിയെന്ന കാര്യം, നാടുകടത്തിയെന്ന വിവരം ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഈ നീക്കത്തെ അമേരിക്കൻ നിയമനിർവഹണ ഏജൻസികളുമായി സഹകരിച്ചാണ് നടത്തിയത്. വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും ട്രംപ് തന്നെ കുറിക്കുന്നു. എന്നാൽ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തിന് പിന്നിൽ, വ്യോമാക്രമണത്തിന് പിറകെ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ആക്രമണം നടന്ന ആ സാഹചര്യത്തിൽ തന്നെ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ. വെനസ്വേലയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ശനിയാഴ്ച പുലർച്ചെയോടെ അമേരിക്ക ഈ വ്യോമാക്രമണം നടത്തിയത്. നിരവധി കനത്ത ഉഗ്രസ്ഫോടനം തന്നെയാണ് കാരക്കാസിൽ ഉണ്ടായത്. രാത്രി മുഴുവൻ തീനാളങ്ങൾ വിഴുങ്ങിയ നഗരത്തെയായിരുന്നു തങ്ങൾക്ക് കാണാൻ സാധിച്ചതെന്നാണ് പ്രദേശവാസികൾ പ്രാദേശിക മാധ്യമങ്ങളോട് പറയുന്നത്. നിക്കോളാസ് മഡൂറോയെ വീഴ്ത്താനായി തങ്ങൾ ഏതറ്റം വരെയും പോകും, എന്ത് നാറിയ കളിക്കും തയ്യാറാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നിറവേറ്റിയത്. എന്നാൽ തങ്ങളും എണ്ണ നിക്ഷേപം ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ആക്രമണത്തെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് നിക്കോളാസ് മഡൂറോ ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ അതിൽ മഡൂറോ പരാജയപ്പെട്ടു എന്ന് വേണം നിലവിലെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. കാരക്കാസിലെ പല മേഖലകളിലും വൈദ്യുത ബന്ധം അടക്കം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോഴും. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിലെ സൈനിക താവളങ്ങളിൽ നിന്നും പുക ഉയരുന്നതായും പലയിടത്തും വൈദ്യുതി ബന്ധം ഇനി വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തന്നെ മാറിപ്പോയിരിക്കുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ വിവരണം. നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആക്രമണത്തെ സംബന്ധിച്ച് വൈറ്റ് ഹൗസോ പെൻറ്റഗണോ ഔദ്യോഗിക പ്രതികരണങ്ങളോ ഈ ഘട്ടത്തിൽ വരെയും നടത്തിയിട്ടുമില്ല. ഉഗ്രസ്ഫോടനം തന്നെയാണ്, അതൊന്നല്ല ഒന്നിലധികം സ്ഫോടനമാണ് ഈ മേഖലയിൽ കാരക്കാസിൽ നടന്നത് എന്നാണ് റിപ്പോർട്ട്. 7-ലധികം മേഖലകളിലാണ് ഒരേ സമയം ആക്രമണം നടത്തിയത്. മഡൂറോയെ എങ്ങനെയും വീഴ്ത്തുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ട്രംപിന് മുന്നിലില്ലായിരുന്നു. ശനിയാഴ്ച ദിവസം പുലർച്ചെ 1:50 കാരക്കാസിൽ സ്ഫോടന പരമ്പര ആരംഭിച്ചത്. ആദ്യം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഫോർട്ട് തിയോഡ, ലാ കാർലോട്ട വ്യോമത്താവളം എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തു. നഗരത്തിൽ വിമാനങ്ങളുടെ ഇരമ്പലും കനത്ത പുകപടലങ്ങളും ഉയർന്നതോടെ ജനങ്ങളാകെ പരിഭ്രാന്തരായി തെരുവിലിറങ്ങുന്ന കാഴ്ച.
പലയിടത്തും വൈദ്യുത ബന്ധം പൂർണ്ണമായും നിലച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെ കരക്കാസിലെ 7 സ്ഫോടനങ്ങളും താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളും ഒക്കെ തന്നെ ദൃക്സാക്ഷികൾ പലരും കണ്ടു. മൊബൈൽ ഫോണുകളിലും മറ്റുമൊക്കെ അത് റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. 1:50 തന്നെയാണ് കൃത്യമായി ഈ സ്ഫോടനം ഉണ്ടായത് എന്നാണ് വെനസ്വേലൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനമായ ഫോർട്ട് ഇയോണാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. കരകാസിലെ ഒരു സൈനിക താവളത്തിൻ്റെ ഹാങ്ങറിൽ നിന്നും പുക ഉയരുന്ന ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ലാക്കാട്ട വിമാനത്താവളത്തിന് സമീപത്ത് വലിയ സ്ഫോടനം തന്നെയാണ് ഉണ്ടായത്. മുഴുവൻ വ്യോമത്താവളവും നിന്ന് കുലുങ്ങിയെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന മൊഴി. അതിഭയങ്കരമായ സ്ഫോടനം. തങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് പോലുമില്ല. ദൂരെ സ്ഫോടനങ്ങളും വിമാനങ്ങളുടെ ഇരമ്പലും ഒക്കെ തന്നെയാണ് പ്രദേശവാസികൾ ആദ്യം കേട്ടത്. അതിശക്തമായി കാറ്റ് തങ്ങളെ വന്നിടിക്കുന്നത് പോലെ തോന്നുന്ന ഒരു ഭീതിയായിരുന്നു ആ രാത്രിയിൽ ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മഡൂറോയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സാമ്രാജ്യത്വ ആക്രമണമാണ് നടന്നതെന്നാണ് വെനസ്വേലൻ സർക്കാരിൻ്റെ ആരോപണം. നിക്കോളാസ് മഡൂറോ നാർക്കോ ഭീകരവാദത്തിന്, നാർക്കോ ടെററിസത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നാണ് ട്രംപ് ആരോപണം ഉന്നയിച്ച് ഇതിനെ മുൻനിർത്തി തന്നെയാണ് ഈ ആക്രമണം ഭരണകൂടത്തിനെതിരായി നടത്തിയത്. കടുത്ത സൈനിക നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ഒപ്പം മറ്റ് രാജ്യങ്ങൾക്കുള്ളൊരു താക്കീതും. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഈ നീക്കത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ഐക്യനാടിനെ തന്നെയാണ് അമേരിക്ക ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഗുസ്താവോ പെട്രോ പറയുന്നത്. ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഫ്ലോറിഡയിലെ മാറെ ലാഗോയിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്ന് എന്തായിരുന്നാലും ട്രംപ് വ്യക്തമാക്കുകയാണ്. അതിനെക്കുറിച്ച് കാതോർത്തിരിക്കുന്നു ഏവരും. കരക്കാസിൽ പൊട്ടിത്തെറികൾക്ക് തൊട്ട് മുൻപായി അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ US വിമാനങ്ങളെ വെനസ്വേലയുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിലക്കിയിരുന്നു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അങ്ങനെ ഒരു വിലക്ക്. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. സൈനിക നടപടികൾ മൂലം മേഖല സുരക്ഷിതമല്ല എന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കിയത്. പ്രാദേശിക സമയം ഏകദേശം ഈ കൃത്യം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ 1 മണിയോടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച് 4 നോട്ടീസ് പുറത്തിറക്കി. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന 4 മേഖലകളിലാണ് ഇപ്പോൾ വ്യാപകമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. കൃത്യമായൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഏത് സൈന്യമാണ് ഈ നടപടിയിൽ ഉൾപ്പെട്ടത്? അമേരിക്കൻ വ്യോമസേനയുടെ സംഘമാണോ ഇതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്? ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനൊന്നും അക്കാര്യം വ്യക്തമാക്കുന്നില്ല. നിക്കോളാസ് മഡൂറോയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സർക്കാർ കടുത്ത നടപടികളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും ലഹരിമരുന്ന് കള്ളക്കടത്ത് ആരോപിച്ചായിരുന്നു വെനസ്വേലയുടെ ബോട്ടുകളെ അമേരിക്കൻ സൈന്യം നേരത്തെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. നിക്കോളാസ് മഡൂറോ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം നിരന്തരമായി ട്രംപ് ഉയർത്തിയിരുന്നു. എന്നാൽ വെനസ്വേലയിലെ വലിയ എണ്ണ ശേഖരത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ നീക്കം നടത്തിയതെന്നും ആ എണ്ണശേഖരം പൂർണ്ണമായും സ്വന്തമാക്കാനാണ് ട്രംപ് ഈ നീക്കങ്ങളിലൂടെ ലക്ഷ്യം കാണുന്നത് എന്നാണ് മഡൂറോയുടെ ആരോപണം. മഡൂറോയെ സമ്മർദ്ദത്തിലാക്കാൻ വെനസ്വേലൻ ജലാശയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള എല്ലാ കപ്പലുകളെയും ഉപരോധിക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. പുറകെയാണ് ഈ ആക്രമണം. അതേസമയം അമേരിക്കയെ ഭയപ്പെടുത്താനായി ഇറാൻ പല തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അധികാരത്തിൻ്റെ ഹുങ്കിൽ ലോകത്തെ വിറപ്പിക്കാനിറങ്ങിയ വൈറ്റ് ഹൗസിലെ ട്രംപിന് അതിശക്തമായ താക്കീതാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ്റെ ചങ്കുറപ്പിനെ ഭീഷണി കൊണ്ട് അളക്കാൻ നോക്കിയ ട്രംപിനിപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കനത്ത പ്രഹരം ഇറാൻ നൽകുന്നു. ഇറാൻ്റെ മണ്ണിൽ ആഭ്യന്തര കനലുകൾ എരിയുമ്പോൾ അതിൽ എണ്ണയൊഴിച്ച് ലാഭം കൊയ്യാമെന്ന് ട്രംപ് കരുതിയെങ്കിൽ അതിന് അതിശക്തമായ തിരിച്ചടിയാണ് UN-ൽ ഇറാൻ നൽകിയിരിക്കുന്നത്. മുട്ടുകുത്തിക്കാൻ വന്നവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് അതിശക്തമായ താക്കീതാണ് ഇറാൻ ട്രംപിന് നൽകുന്നത്. ട്രംപിൻ്റെ പ്രകോപനപരമായ പോസ്റ്റുകൾക്ക് കൃത്യമായൊരു മറുപടി അത് നൽകിയിരിക്കുന്നു. ലോകം ഭയക്കുന്ന ഒരു ശക്തിക്ക് മുന്നിലും തലകുനിക്കാതെ ഇറാൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമെന്നാണ് നിലവിൽ അവർ പറയുന്നത്. ഇറാൻ്റെ ഐക്യരാഷ്ട്രസഭ അംബാസഡർ അമീർ സയ്യിദ് ഇർവാനി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനും സുരക്ഷാ കൗൺസിലിനും അയച്ച കത്ത് ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ ഉറക്കം കെടുത്തുന്ന സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. ട്രംപിൻ്റെ പ്രസ്താവനകളെയൊക്കെ എടുത്തുകാട്ടി UN ചാർട്ടറിൻ്റെ ലംഘനമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ട്രംപിനെ ലോകം തന്നെ അപലപിക്കണമെന്നുമാണ് ഇറാൻ്റെ ആവശ്യം. ഞങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ നോക്കിയാൽ അതിപ്പോൾ ആരായിരുന്നാലും ആ കൈവെട്ടാൻ തങ്ങൾക്കറിയാമെന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഇർവാനി നൽകിയിരിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ട് സൈനിക ഇടപെടലിന് കോപ്പുകൂട്ടുന്ന അമേരിക്കയുടെ ആ കുതന്ത്രം അത് ഇനി നടക്കില്ല, അതിനെ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇതിനിടയിലാണ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് ചർച്ചയായി മാറിയത്. സമാധാനപരമായ പ്രതിഷേധക്കാരെ ഇറാൻ കൊലപ്പെടുത്താൻ നോക്കിയാൽ തങ്ങൾ രക്ഷയ്ക്കുണ്ടാകും, വെടിവെച്ചു കൊല്ലുമെന്ന ഭീഷണി കൂടിയാണ് ഉയർന്നു കേൾക്കുന്നത്. ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി രാജിജാനി പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. മേഖലയെ മുഴുവൻ കുഴപ്പത്തിലാക്കാനേ അമേരിക്കൻ്റെ ഇടപെടൽ അവിടെ സഹായിക്കുമെന്നാണ്
അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.